നിലവിലുള്ള തൻ്റെ നിലപാടിൽ നിന്നും അണുകിട മാറ്റമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് ഗ്ലോബൽ ഈക്കോസിസ്റ്റം അത് അന്താരാഷ്ട്ര ഏജൻസിയുടേതാണ്. അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റാങ്കിങ് റേറ്റ് നിശ്ചയിക്കുന്നത് ദേശീയ ഏജൻസികളാണ്. കേരളത്തിന് പുറത്തുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് അതീതമായി ലഭിച്ച ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് താൻ പ്രതികരിച്ചത്, താൻ ലേഖനം എഴുതിയത്. അതിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് ശശി തരൂർ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഫ്ലൈറ്റ് കിട്ടാനുള്ള തിരക്കുള്ളപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു. ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ തനിക്ക് ലഭിച്ച ഡാറ്റകൾ. അത് ഒരുപക്ഷെ കേരള സർക്കാരിൻ്റേതല്ല, മറിച്ച് അത് ദേശീയ ഏജൻസിയുടേതാണ്, അന്താരാഷ്ട്ര ഏജൻസിയുടേതാണ്. രണ്ട് സ്റ്റഡീസാണ്, രണ്ട് ഡാറ്റയാണ് പ്രധാനമായും താൻ ലേഖനത്തിൽ കേരളത്തിൻ്റെ വികസനത്തെ, കേരളത്തിൻ്റെ നിക്ഷേപ സൗഹൃദ സ്വഭാവത്തെ സംബന്ധിച്ച് അനുകൂലമായി പ്രതികരിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. അത് രണ്ട് പഠന റിപ്പോർട്ടുകളാണ് പ്രധാനമായും ഉദ്ധരിച്ചത്. അത് രണ്ടെണ്ണം എന്നത് ഒന്ന് ദേശീയ തലത്തിലുള്ള ഒരു ഏജൻസിയുടേതും ഒന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസിയുടേതുമാണ്. ഈ രണ്ട് റാങ്കിങ്ങും സംസ്ഥാന സർക്കാരിൻ്റേതല്ല, കേരളത്തിന് വേണ്ടിയാണ് താൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ശശി തരൂർ. ഇപ്പോൾ ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് ശശി തരൂർ പറഞ്ഞത്? അജിംഷാദ്, കൃത്യമായും ശശി തരൂർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വീണ്ടും ആവർത്തിക്കുന്ന സ്ഥിതി തന്നെയാണ്. ഈ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ ഡേറ്റയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഡേറ്റയെ അവലോകനം ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ മാറ്റിമറിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ താൻ മുന്നോട്ട് വെച്ച ഡേറ്റയെല്ലാം ആധികാരികതയുള്ളതാണ്. അത്തരത്തിൽ ആധികാരികയില്ലാത്ത ഒരു കാര്യങ്ങളിലും താൻ അങ്ങനെ സംസാരിക്കാറില്ല. വ്യക്തമായ ആ ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യത്തിൽ, താൻ പറഞ്ഞ കാര്യത്തിൽ, താൻ എഴുതിയ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ശശി തരൂർ വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് കേരളത്തിനൊപ്പമാണ് താൻ നിൽക്കുന്നത്. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മാത്രമല്ല, ഈ ഡേറ്റകൾ അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത് ഒരിക്കലും CPM അല്ല, അല്ലെങ്കിൽ CPMൻ്റെ ഒരു ഡേറ്റയല്ല. അത് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഉള്ള ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിലെ ഡേറ്റ അനുസരിച്ചാണ് താൻ പറഞ്ഞത്. ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിക്കുക തന്നെയായിരുന്നു. ഇന്നും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച, കാരണം ഖാർഗെയെ കണ്ടിരുന്നില്ല. അത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഖാർഗെയെ കണ്ടിരുന്നില്ല. പക്ഷേ രാഹുലും സോണിയയുമായുള്ള മീറ്റിങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ആ മീറ്റിങ്ങിനെ സംബന്ധിച്ച്? സ്വാതി, ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അദ്ദേഹം പുറത്തുവിട്ടില്ല. മീറ്റിംഗ് ഒക്കെ സാധാരണഗതിയിൽ നടക്കുന്ന പോലെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ തന്നെയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടായിരുന്നത്. നല്ല തരത്തിലുള്ള കൂടിക്കാഴ്ച, താങ്കൾ തൃപ്തനാണോ ആ കൂടിക്കാഴ്ചയിൽ എന്ന് ചോദിക്കുമ്പോഴും താൻ ഇപ്പോൾ ഫ്ലൈറ്റിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കൂടുതൽ ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. പക്ഷേ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ ഒരു കൃത്യമല്ലാത്ത ഒരു കാര്യങ്ങളും താൻ എഴുതാറില്ല, അത്തരത്തിലൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ ദേശീയ അന്താരാഷ്ട്ര തലത്തിലെ വ്യക്തമായ ഡേറ്റകളും ആധികാരികതയുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അതിൽ ഇനി അവർ മാറ്റം വരുത്തിയാൽ മാത്രമേ തനിക്ക് മാറ്റാൻ കഴിയുള്ളൂ. അത്തരത്തിലൊരു പ്രതികരണമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് കൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശേഷം പരസ്യ പ്രതികരണം വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും അത് വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ കെ സുധാകരൻ ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം VD സതീശന് ഈ ഹൈക്കമാൻഡ് കൂടി ശശി തരൂരിനെ തിരുത്താത്തൊരു സാഹചര്യത്തിൽ VD സതീശന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രാഷ്ട്രീയമായി. സതീശനെ പിന്തുണയ്ക്കുന്ന ചില വിഭാഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ അവർ പോലും ഒറ്റപ്പെടുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ആ തീരുമാനത്തിന് ശേഷം. ഇപ്പോഴിതാ കെ സുധാകരൻ കൂടി ഇതേ സംബന്ധിച്ച് ശശി തരൂരിനെ പിന്തുണച്ചാണ് പറയുന്നത്. അതിൽ എല്ലാവിധ മുള്ളും മുനയും സതീശനെതിരായി ഉന്നയിക്കുകയും ചെയ്യുന്നു, തരൂരിനെ പിന്തുണച്ചുകൊണ്ട് കെ സുധാകരൻ. അത് ശശി തരൂർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. KPCC അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയും തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന്. അതായത് ഇത് സതീശൻ്റെ അപക്വതയിൽ രൂപപ്പെട്ട കാര്യം മാത്രമാണ്. സതീശൻ സർക്കാരിനെതിരെ, സംസ്ഥാനത്തിനെതിരെ കൊണ്ടുവരുന്ന വാദങ്ങൾ പൊള്ളയായി പൊളിഞ്ഞു വീഴുന്നു
എന്നതുകൊണ്ട് മാത്രം സതീശൻ്റെ വ്യക്തിപരമായ ഈഗോയ്ക്ക് വേണ്ടി ഒരു പാർട്ടിയുടെ സംവിധാനങ്ങളെ മുഴുവൻ അതിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവിടെ സതീശനും സതീശനെ പിന്തുണയ്ക്കുന്നവരും ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്ന്. രണ്ട്, ശശി തരൂർ വീണ്ടും, അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായുള്ള ഇന്നലത്തെ മീറ്റിങ്ങിന് ശേഷവും പരസ്യമായി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത് ഗ്ലോബൽ ഇക്കോ സിസ്റ്റം എന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഏജൻസിയാണ്. അതുപോലെ തന്നെ കേരളത്തെ, സംസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നിക്ഷേപ ബിസിനസ് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ കാര്യത്തിലുള്ള റാങ്കിങ്ങിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലുള്ള ഏജൻസിയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരോ CPI-യുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ട് ആ ലേഖനത്തിൽ അദ്ദേഹം ഇന്നും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഒരു പക്ഷേ സ്വാതി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ നിന്നും മനസ്സിലാകേണ്ടത്. തീർച്ചയായും അജിംഷാദ് അങ്ങനെ തന്നെയാണ്. അജിംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ VD സതീശനാണ് ഈ ഒരു വിഷയത്തിൽ തിരികൊളുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു. അതിനു പിന്നാലെ കോൺഗ്രസിനിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു. കെ സുധാകരനടക്കം ഈ തരൂരിൻ്റെ വിഷയത്തിൽ കൃത്യമായും തരൂർ പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിലാണുള്ള പ്രതികരണങ്ങൾ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നലെ ഹൈക്കമാൻഡ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം എടുത്തു പറയുന്നത് ഈ വിവരങ്ങളൊന്നും പുറത്തുവിട്ടത് CPM അല്ലല്ലോ, CPM അല്ല ഈ വിവരങ്ങൾ, ഈ ഡേറ്റകളൊന്നും പുറത്തുവിട്ടത്, പകരം മറ്റ് ഏജൻസികളാണ്, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ, ദേശീയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികളാണ് ഈ വിഷയം അല്ലെങ്കിൽ ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതൊരിക്കലും CPM-ന്റെ ആകുന്നില്ലല്ലോ. അപ്പോൾ താൻ പറഞ്ഞ വിഷയത്തിൽ എന്തിനാണ് മാറ്റം വരുത്തുന്നത്? അവർ ആ ഡേറ്റയിൽ മാറ്റം വരുത്തുമ്പോഴല്ലേ താൻ മാറ്റം വരുത്തേണ്ടത് എന്ന തരത്തിലുള്ളൊരു പ്രതികരണം വീണ്ടും ശശി തരൂർ നടത്തുന്നു. നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. കോൺഗ്രസ് നേതാക്കളെ അടക്കം എല്ലാവരെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു വികസന നേട്ടം അല്ലെങ്കിൽ സംരംഭക നേട്ടമൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതെന്തുകൊണ്ട് പരസ്യമായി പറഞ്ഞുകൂടാ? കേരളത്തിൻ്റെ വികസനം അല്ലെങ്കിൽ കേരളം ഒന്നാമത് നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു കുറച്ചിലാണോ കോൺഗ്രസ്സുകാർക്ക് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും ശശി തരൂർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ മാറ്റമില്ല. താൻ കേരളത്തിനൊപ്പമാണ് എന്നൊരു വാക്കുകൂടി അദ്ദേഹം പ്രതികരണത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട ആ ഡേറ്റയിൽ താൻ ഉറച്ചു നിൽക്കുന്നു, തൻ്റെ നിലപാടിലും ഉറച്ചു നിൽക്കുന്നുവെന്ന് വീണ്ടും ശശി തരൂർ ആവർത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇത് അവരെ ഒരു പ്രതിരോധത്തിലാക്കുമെന്നതിൽ തർക്കമില്ല. അജിംഷാദ്. തീർച്ചയായും